Good morning, students. റേഷ്യോ അനാലിസിസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ 5 ടൈപ്സ് ഓഫ് റേഷ്യോസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ടൈപ്പ് റേഷ്യോസ് നമ്മൾ കഴിഞ്ഞു, ലിക്വിഡിറ്റി ആൻഡ് ലിവറേജ് റേഷ്യോ. ദെൻ തേർഡ് ടൈപ്പ് റേഷ്യോ ആണ് എന്ത്? ആക്ടിവിറ്റി റേഷ്യോസ്. ഓക്കെ. അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ മറ്റൊരു പേരാണ് ടേൺ ഓവർ റേഷ്യോസ്. The activity ratios are those ratios which measure the level of activities and operational efficiency of a business concern. These ratios indicate the speed with which assets are being converted into revenue. These ratios are also known as efficiency ratio. Activity ratios measure how efficiently the assets are employed by the firm. അപ്പോൾ ദ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ദിസ് റേഷ്യോ മെഷർ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് കൺസേണിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അതിൻ്റെ ആക്ടിവിറ്റീസിലുള്ള എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോ. അല്ലെങ്കിൽ ഒരു അസറ്റിനെ റവന്യൂ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന റേഷ്യോനെയാണ് എന്താ പറയുക, ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോൻ്റെ മറ്റൊരു പേരാണ് efficiency ratio. അപ്പോൾ the following are the important types of activity ratios: inventory or stock turnover ratio, debtors turnover ratio, creditors turnover ratio, working capital turnover ratio and fixed asset turnover ratio. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ക്ലാസിഫിക്കേഷനിലും നമ്മൾ കുറേ റേഷ്യോസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 5 റേഷ്യോസാണ്. ആക്ടിവിറ്റി റേഷ്യോയിൽ നമ്മൾ 5 റേഷ്യോസാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് റേഷ്യോ ആണ് ഇൻവെൻറ്ററി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇൻവെൻറ്ററി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻറ്ററി ഓർ സ്റ്റോക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ. It indicates the number of time the stock is turned over or converted into sale. Okay. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് ഇൻവെൻറ്ററി അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണ് ഇൻവെൻറ്ററി ടേൺ ഓവർ ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ITR എന്ന് പറയാം, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. ഇതിൻ്റെ മറ്റൊരു പേരാണ് മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ. അതായത് ഒരു സ്റ്റോക്ക് ക്യാഷാക്കി മാറാനെടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നമ്മൾ സെയിൽ നടത്തിയിട്ട് ക്യാഷാക്കി മാറ്റാനെടുക്കുന്ന ടൈം, ആ ടൈം മെഷർ ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? ഇൻവെൻറ്ററി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇപ്പോൾ 2 കോമ്പോണൻ്റ് ആണ് ഇതിലുള്ളത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അല്ലേ. ഇഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കനോട്ട് ബി അസർട്ടൈൻ ഫ്രം ദി ഗിവൺ ഇൻഫർമേഷൻ ദെൻ നെറ്റ് സെയിൽസ് മേ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി ക്വസ്റ്റിനകത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇൻഫർമേഷനോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡോ തന്നിട്ടില്ല എന്ന് കരുതുക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് പകരം നെറ്റ് സെയിൽ എമൗണ്ട് എടുത്താൽ മതി. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പഠിച്ച സാധനം തന്നെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് വേജസ് ആണ്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ. മറ്റൊരു ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഇഫ് ഇറ്റ് ഗ്രോസ് ലോസ് സെയിൽസ് പ്ലസ് ഗ്രോസ് ലോസ് ആണ് കേട്ടോ. ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ സെയിൽസിൻ്റെ കൂടെ ഗ്രോസ് ലോസ് ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ ലോസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിലും ഗ്രോസ് ലോസും കൂടെ കൂട്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക. ദെൻ ഗ്രോസ് പ്രോഫിറ്റും സെയിലാണ് തന്നതെങ്കിൽ സെയിലിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചിട്ട് കാണുക. ഇതൊന്നുമല്ല,
ഈ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെയാണ് തന്നെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണോ അതിനനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ മാറും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് കോമ്പോണൻറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അത് കാണാനുള്ള ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ കറക്റ്റ് ഓർമ്മ ഉണ്ടാവണേ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ സെക്കൻഡ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ആണ് അല്ലേ? ആവറേജ് സ്റ്റോക്ക് ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആഡ് ചെയ്തിട്ട് അതിനെ രണ്ടോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടും. ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഗിവൺ ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി യൂസ്ഡ് ആസ് ദി ആവറേജ് സ്റ്റോക്ക്. ഇനിയിപ്പോൾ ഇൻഫർമേഷൻ തന്നിട്ടില്ല, ഓപ്പണിങ്ങും ക്ലോസിംഗും ഒന്നും വേറെ വേറെ തന്നിട്ടില്ല, ആകെപ്പാടെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ ആവറേജ് കാണേണ്ട ആവശ്യമില്ല. ഈ ആവറേജ് സ്റ്റോക്ക് എന്നുള്ളിടത്തിൽ എന്തെടുത്താൽ മതി? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എടുത്താൽ മതി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ അവിടെ പകരം നെറ്റ് സെയിൽ എടുക്കുക. അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് കാണാൻ 2 സ്റ്റോക്കുകളും തന്നിട്ടില്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തോളാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോമ്പോണൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ATR കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കാണുന്ന മറ്റൊരു ടേമാണ് സ്റ്റോക്ക് വെലോസിറ്റി. If the stock or inventory turnover ratio is expressed in days or month, then it is called stock velocity or stock turnover period. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ടൈംസിലാണ് സാധാരണ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണുക. ഇനി ഇതല്ല, ഇത് മന്ത്സിലോ ഡേയ്സിലോ ഒക്കെ ആക്കി മാറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് വെലോസിറ്റി. സ്റ്റോക്ക് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? ഇപ്പോൾ 365 ഡേയ്സ് ആണെങ്കിൽ 365 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇനി അത് മന്തിലാണ് കാണുന്നതെങ്കിൽ 12 അല്ലേ, 12 മന്ത്സ് ആണ് ഒരു വർഷത്തിലുള്ളത്. അപ്പോൾ 12 ബൈ ITR അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മന്ത്സിൽ കിട്ടും. സ്റ്റോക്ക് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ അതാണ്. ഇത് കൂടാതെ ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് വെലോസിറ്റി കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. അതായത് നമ്മൾ നേരത്തെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ പറഞ്ഞില്ല, അത് നേരെ തിരിച്ചിടുക. നേരത്തെ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ് അല്ലേ? നേരെ തിരിച്ചിട്ടു. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. ഡേയ്സിലാണെങ്കിൽ ഡേയ്സ് കൊടുക്കുക, മന്ത്സിലാണെങ്കിൽ മന്ത്സ് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? അതായത് ക്വസ്റ്റ്യനിൽ ITRും സ്റ്റോക്ക് വെലോസിറ്റിയും കാണാൻ പറയുകയാണെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി ഇത് അല്ലാതെ സ്റ്റോക്ക് വെലോസിറ്റി മാത്രം കാണാൻ പറയുകയാണെങ്കിൽ ഈ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. സ്റ്റോക്ക് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് വെലോസിറ്റി ഒക്കെ പറഞ്ഞു അല്ലേ? ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറലി എ റേഷ്യോ ഓഫ് 8 ടൈം ഈസ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 8 ടൈംസ് ആണ് സാധാരണ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പറയുന്നത്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് മെഷർ ഓഫ് ലിക്വിഡിറ്റി ഓഫ് ഇൻവെൻട്രി. ദിസ് റേഷ്യോ മെഷേഴ്സ് ഹൗ ക്വിക്ക്ലി ഇൻവെൻട്രി ഈസ് സോൾഡ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ടെസ്റ്റ് ദ എഫിഷ്യൻസി ഇൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അല്ലെങ്കിൽ ഒരു ഇൻവെൻട്രിയെ എത്ര വേഗത്തിൽ സെയിലാക്കി മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുള്ള മെഷർ ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ടേൺ ഓവർ മീൻസ് എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ ഇൻ ടു സെയിലാണ്. സ്റ്റോക്കിനെ സെയിലാക്കി ടേൺ ഓവർ ചെയ്യുക, മാറ്റുന്ന ആ ഒരു പീരീഡ്, അതിനത് എടുക്കുന്ന ടൈം, ആ ടൈം മെഷർ ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അതിന് ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. എ ഹയർ റേഷ്യോ ഓർ ഷോർട്ടർ ഇൻവെൻട്രി പീരീഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി ഇൻവെൻട്രി ഈസ് സോൾഡ് ഫാസ്റ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എ ലോവർ റേഷ്യോ ഓർ longer inventory period reflect the over investment in inventories, accumulation of huge stock, dull business, etc. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്താണ്? ഹയർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നമ്മളെ ഇൻവെൻട്രി സെയിലാക്കുന്നുണ്ടെന്നാണ് അവിടെ മീനിങ് വരുന്നത്. അതായത് പെട്ടെന്ന് സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷൻ്റെ എന്താണ്? സൗണ്ട് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് കാണിക്കുക. കുറവാണെങ്കിലോ അവിടെ ബിസിനസ് ഡള്ളാണ് അല്ലേ? ബിസിനസ് ഡള്ളാണ്, ഇൻവെൻട്രി സെയിലാക്കി മാറ്റാൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇൻ്റർപ്രിട്ടേഷൻ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസസ് 1,20,000, carriage on purchases 10,000, sales 2 lakh, closing stock 30,000.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ക്യാരേജ് ഓൺ പർച്ചേസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ് വേണ്ടത് അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നമ്മൾ 2-3 ഇക്വേഷൻ മുന്നേ പറഞ്ഞു. ഇതിൽ ഏത് ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. ദെൻ ആവറേജ് സ്റ്റോക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ നോക്കാം, അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആണ്, പർച്ചേസസ് 1,20,000 ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് 10,000 ആണ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ആണ്. അപ്പോൾ 40,000, 1,20,000, 10,000 ആഡ് ചെയ്യുക, മൈനസ് 30,000. അപ്പോൾ 1,20,000, 40, 1,80,000, 1,90,000 ആണ് അല്ലേ. സോറി 1,70,000 ആണ്, മൈനസ് 30,000. 1,70,000 നിന്ന് 30,000 മൈനസ് ചെയ്താൽ 1,40,000 വരും. അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് നോക്കുക. 40,000 പ്ലസ് 1,20,000 പ്ലസ് 10,000 മൈനസ് 30,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,40,000. Then average stock is equal to opening stock plus closing stock divided by 2. Opening stock 40,000, closing stock 30,000 divided by 2. 40,000 plus 30,000 by 2. That is equal to 70,000 by 2 ആണ്, 35,000 എന്ന് വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് കിട്ടി, ആവറേജ് സ്റ്റോക്കും കിട്ടി. ഇനി അതെന്ത് ചെയ്താൽ മതി? നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. That is equal to 1,40,000 divided by 35,000 is equal to 4 times. ഇതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ദെൻ സ്റ്റോക്ക് വെലോസിറ്റി കാണാനോ? നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഡേയ്സിലാവുമ്പോൾ 360/40. 360 ഡേയ്സ് ആണ് ഒരു വർഷത്തിലെങ്കിൽ 360/40, ദാറ്റ് ഈസ് ഇക്വൽ ടു 90 ഡേയ്സ് ആണ്. ദെൻ മന്ത്സിലാണ് കാണുന്നതെങ്കിൽ ഒരു വർഷത്തിലെ ഈ മന്ത്സ് എത്രയാണ്? 12. അപ്പോൾ 12/4, ദാറ്റ് ഈസ് ഇക്വൽ ടു 3 months. അപ്പോൾ 3 months എന്ന് പറഞ്ഞാലും 90 ഡേയ്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലേ. അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി നമുക്ക് ഡേയ്സിലും കാണാം, മന്ത്സിലും കാണാം. ഡേയ്സിലാവുമ്പോൾ ഡേ കൊടുക്കുക, മന്ത്സിലാവുമ്പോൾ മന്തിൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ 4 times ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് വെലോസിറ്റി പീരീഡ് 3 months ആണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ, ദ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ബിലോ ദി സ്റ്റാൻഡേർഡ് which is 8 times. Thus the inventory management or inventory policy of the firm is poor. നമ്മൾ 8 ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് റേഷ്യോൻ്റെ പകുതി മാത്രമേ ഇവിടെ നമ്മൾ റേഷ്യോ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് എന്താണ്, ഫേമിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വളരെ പുവർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. Revenue from operation 2,20,000, average inventory 40,000, revenue from operations return 20,000, gross profit 20% on revenue from operation. അപ്പോൾ revenue from operation means എന്താണ്? സെയിലാണ്. ആവറേജ് ഇൻവെൻട്രി ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ റവന്യൂ ഫ്രം ഓപ്പറേഷൻ റിട്ടേൺ എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് പറയുന്നത് എന്താണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ 20% ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത് നോക്കുക. ആവറേജ് ഇൻവെൻട്രി ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക, ആവറേജ് ഇൻവെൻട്രി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.